വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ വധശ്രമ കേസ് പ്രതി കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ രക്ഷപ്പെട്ടു. കണ്ണമ്പ്ര സ്വദേശി രാഹുലാണ് പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത്. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് രാഹുൽ. കയ്യിൽ വിലങ്ങു വയ്ക്കുന്നതിനിടെ വിലങ്ങുകൊണ്ട് സ്വയം നെറ്റി അടിച്ചു പൊട്ടിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, പാലക്കാടാണ് ഇത്തരത്തിൽ വധശ്രമ കേസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ രക്ഷപ്പെടുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 വടക്കഞ്ചേരിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം മണ്ണുത്തിയിൽ വെച്ച് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഈ രാഹുൽ. ഈ കേസ് കൂടാതെ ഒട്ടേറെ കേസുകൾ രാഹുൽ ഉള്ളതായി പറയുന്നുണ്ട്. രാഹുൽ കാപ്പ കേസ് പ്രതി കൂടിയാണെന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതി ഒളിവിലായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി. ഒടുവിൽ ഇന്ന് മണ്ണുത്തി പോലീസിന് വിവരം ലഭിക്കുകയാണ്. ഇയാൾ വടക്കഞ്ചേരിയിൽ ഒരു ബാറിന് സമീപത്ത് ഉണ്ടെന്നുള്ളൊരു വിവരം ലഭിക്കുകയാണ്. ഈ വിവരമനുസരിച്ച് മണ്ണുത്തി പോലീസ് വടക്കഞ്ചേരിയിലെത്തി ഇയാൾക്ക് സമീപമെത്തി അനുനയിപ്പിച്ച് വിലങ്ങു വെക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കൈയിൽ വിലങ്ങു വെച്ചു, മറ്റേ കൈയിൽ വിലങ്ങു വെക്കുന്നതിനിടെ പ്രതി സ്വയം ആ വിലങ്ങു കൊണ്ട് സ്വയം തലക്കടിച്ച് പൊട്ടിച്ച് സമീപത്തുള്ള ഒരു കടയിൽ നിന്നും എടുത്ത കത്തി പോലീസിന് നേരെ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതി കൈവിലങ്ങുമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ സംഭവത്തോടെ വടക്കഞ്ചേരി, നെന്മാറ, ആലത്തൂർ, അതുപോലെ തന്നെ മണ്ണുത്തി ഈ 4 സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കി വരികയാണ്. എന്തായാലും പ്രതി പോകുന്ന വഴിയിൽ ബൈക്ക് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് മറ്റു വാഹനത്തിൽ രക്ഷപ്പെടും എന്നുള്ളൊരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലെ ഈ സമീപ പ്രദേശങ്ങൾ, തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തികളിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ പരിശോധിക്കണം, പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കണം, കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ രാഹുലിനെ തേടിയുള്ള അന്വേഷണമാണ്. ഈ രാഹുൽ കണ്ണമ്പ്ര സ്വദേശിയാണ്. നിലവിൽ ഒല്ലൂർ ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണെന്നാണ് വിവരം. ആ സമയത്താണ് ഇത്തരത്തിൽ മണ്ണുത്തിയിൽ വെച്ച് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മണ്ണുത്തി പോലീസ് എത്തിയപ്പോഴാണ് പ്രതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കത്തി വീശി കൈവിലങ്ങുകൊണ്ട് സ്വയം നെറ്റിയിലടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ നിന്നും ബൈക്കിൽ രക്ഷപ്പെടുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. പാലക്കാട് വടക്കുംചേരിയിലാണ് വധശ്രമ കേസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ രക്ഷപ്പെട്ടത്. കണ്ണമ്പ്ര സ്വദേശി രാഹുലാണ് ഇത്തരത്തിൽ പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത്. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് ഈ രക്ഷപ്പെട്ട രാഹുൽ. കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നതിനിടെ വിലങ്ങുകൊണ്ട് സ്വയം നെറ്റിയിൽ അടിച്ചു പൊട്ടിച്ചാണ് ബൈക്കിൽ ഇയാൾ രക്ഷപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.